നമസ്കാരം. റെസ്പോൺസ് കേരളയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ടനായ അതിഥിയാണുള്ളത്. അതായത് മഹാരാഷ്ട്രയിലെ BJPയുടെ മലയാളി വിഭാഗത്തിൻ്റെ സെൽ കൺവീനറായിട്ടുള്ള ശ്രീ ഉത്തം ഉമ്മാൻജി. സ്വാഗതം. ഉത്തംജി, ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന BJPയുടെ മലയാളി സെല്ലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം കേരളത്തിൽ തന്നെ ഈ അടുത്ത് ഞാൻ ശ്രദ്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട്, സാധാരണ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വാദോരാതെ പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കാര്യമായിട്ടൊന്നും കാണാനുമില്ല. പക്ഷേ സുരേഷ് ഗോപിയെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പരിപാടികൾ സംഘടിപ്പിക്കുകയും അവരെ സമൂഹത്തിൻ്റെ മുകൾ തട്ടിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളെപ്പറ്റി ഒന്ന് പറയാമോ? അത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ സാക്ഷരത ഉണ്ട് 100%. നമ്മൾ ഭയങ്കര പൊങ്ങച്ചം പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ സാക്ഷരത 100% ഉണ്ടെന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങൾ ഇന്നും ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയോടുള്ള സമീപനത്തിൻ്റെ വിഷയത്തിൽ ഇന്നും അവർ ഒത്തിരി പുറകില്ല. വടക്കേ ഇന്ത്യയിൽ ഞാൻ ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, മധ്യപ്രദേശിൽ, ദില്ലിയിൽ, മധ്യപ്രദേശിൽ എനിക്ക് തോന്നുന്നു നഗരസഭാ മെമ്പർമാരായിട്ട് പല ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്രോൾ വിജയിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രയാഗ്രാജിൽ വളരെ വിഖ്യാതമായിട്ടുള്ള നമ്മുടെ കുംഭമേള നടന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും തിരക്കുണ്ടായിരുന്നത് കിന്നർ അക്കാഡയിലായിരുന്നു. കിന്നർ അക്കാഡ രൂപീകരിച്ചു വടക്കേ ഇന്ത്യയിൽ. കിന്നർ അക്കാഡ എന്ന് പറഞ്ഞിട്ട് ഈ നമ്മൾ 13 പ്രധാന അക്കാഡകളാണ് ഭാരതത്തിലുള്ളത്. അത് കഴിഞ്ഞിട്ട് കിന്നർ അക്കാഡ വേറെ ഉണ്ടാക്കി. അപ്പം ഇവരുടെ പവലിയനിലായിരുന്നു, ടെൻറ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. ഞാനപ്പം നേരിട്ട് പോയി കണ്ടതാണ്. കാര്യം ഇവരെ മഹാമണ്ഡലേശ്വർ പദവി നൽകി സന്യാസത്തിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് കൊടുക്കാവുന്ന പരമാവധി ഔന്നത്യത്തിൽ അവരെ എത്തിക്കാൻ യോഗി സർക്കാരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഹരിയാനയിലും മധ്യപ്രദേശിലും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ സാക്ഷരത ഉണ്ടെന്ന് പറയുന്നവരെ ഇന്നും ഇവരെ ആട്ടി ഓടിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം 2020 തൊട്ട് ഞാൻ ഈ വിഷയത്തിലൊക്കെ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ താലൂക്കിലുള്ള ഏകദേശം ഒരു 400 ഈ കിന്നർ എന്ന ഹിന്ദി പറഞ്ഞ കിന്നർ സമാജത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ട എല്ലാ മെഡിക്കൽ കോഡിൻ്റെ സമയത്ത് നമ്മൾ വൈദ്യസഹായം എത്തിക്കാനും അവർക്ക് ചെക്കപ്പും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ട എല്ലാ സഹായവും ആ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് 2023 സുരേഷ് ചേട്ടൻ്റെ അടുത്ത് വിഷുക്കൈനീട്ടം പരിപാടിക്ക് തൃശ്ശൂർ വന്ന സമയത്ത് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചു. ചേട്ടാ, നമുക്ക് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും കേരളത്തിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ അതിനെന്താ നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഇവരുടെ ഒരു ഗെറ്റ് ടുഗദർ വെച്ചു. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഇതിനകത്ത് രാഷ്ട്രീയമില്ല. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3-4 പേരെ തൃശ്ശൂർ കണ്ടു, ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ട. ഒരാൾ പറഞ്ഞ് ഞാൻ കോൺഗ്രസ്സുകാരിയാണ്, ഒരാൾ പറഞ്ഞ് ഞാൻ DYFI. എനിക്ക് നിങ്ങളുടെ രാഷ്ട്രീയം അറിയണ്ട. പിന്നെ സുരേഷ് ചേട്ടൻ, ഞാൻ BJPക്കാരനാണ്, എനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, സുരേഷ് ചേട്ടനും കാണുമായിരിക്കും. പക്ഷെ അത് ഇതുമായിട്ട് ബന്ധമില്ല. കാരണം നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. നിങ്ങളൊരു വോട്ട് ബാങ്കും അല്ല. ഒരു ജില്ലയിൽ ഒരു 200 പേരോ അല്ല 250 പേരൊക്കെ ആയിരിക്കും മാക്സിമം ഉള്ളത്. വോട്ട് ബാങ്കല്ല. അപ്പോൾ അതവർക്ക് വിശ്വാസമായി. അത് അന്ന് അവിടെ പരിപാടി നടന്നപ്പോൾ അവർക്ക് 100% അത് വിശ്വാസം വന്നു. കാര്യം അവിടെ നമ്മൾ ആ രീതിയിലാണ് അവരുമായിട്ട്. സുരേഷ് ചേട്ടൻ തന്നെ എനിക്ക് തോന്നുന്നു 2.5 മണിക്കൂറിൽ കൂടുതൽ അന്ന് അവിടെ തൃശ്ശൂർ ആദ്യത്തെ പരിപാടിയിൽ നിന്നു. എല്ലാവർക്കും ഓണക്കോടി കൈ കൊണ്ട് കൊടുത്തു, എല്ലാവർക്കും ചോറ് വിളമ്പി, ഓണസദ്യ വിളമ്പി കൊടുത്തു ഒക്കെ ചെയ്തു. അവരുടെ ഒക്കെ വിഷമങ്ങൾ ഓരോരുത്തരുമായിട്ട് പറയുന്ന വിഷമങ്ങളൊക്കെ കേട്ടു. അത് ആ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇവരുടെ ഇടയിൽ കുറേ പേര് തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇത് രാഷ്ട്രീയമാണ്, BJPയുടെ തന്ത്രമാണ്, അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിലെ അമ്മയുടെ ഓഫീസിൽ വെച്ചിട്ട് ഇപ്പം 2ാമതൊരിക്കൽ നമ്മൾ ഒരു ഗെറ്റ് ടുഗദർ വെച്ചു. നവംബർ 1 അന്ന് ഇതുപോലെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരും പങ്കെടുത്തു. അന്ന് അവിടെ വെച്ച് സുരേഷ് ചേട്ടൻ പറഞ്ഞ് ഞാനപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഇവരുടെ സർജറിയുടെ ഒരു വലിയ വിഷയമുണ്ട്, അതിന് വലിയൊരു ഭീമമായ തുക ചിലവാകും, സാമ്പത്തികമായിട്ട് ഇവർക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ട്, പലർക്കും അല്ല ഭൂരിപക്ഷം പേർ. അതെ. അപ്പോൾ അദ്ദേഹം 12 ലക്ഷം രൂപ അമൃത ഹോസ്പിറ്റലിൽ ഡിപ്പോസിറ്റ് ചെയ്തു. എന്നെ വിളിച്ച് പറഞ്ഞു ഇതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, തൃശ്ശൂർക്കാരെ മാത്രം ആഡ് ചെയ്യരുത്, തന്നെയല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നമ്മൾ അത് 10ഓളം പേരുടെ സർജറി അവിടെ നടത്തി. ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് അപ്പം ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, ചേട്ടാ ഇങ്ങനെ നമുക്ക് പലരും നമ്മളെ ഓരോ കാര്യങ്ങൾക്ക് വിളിക്കാറുണ്ട് കേരളത്തിൽ നിന്ന് തന്നെ അല്ല, ഇപ്പം ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് ഫോൺ വരാറുണ്ട്. അങ്ങനെ വന്നിട്ട് നമ്മൾ അവിട്ടത്തിന് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞ് ഞാൻ ഓണത്തിന് തിരുവനന്തപുരം ഉണ്ട്, അപ്പോൾ അവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് നമ്മൾ ഓണസദ്യയും
ഓണക്കോടിയൊക്കെ കൊടുക്കുന്നൊരു പരിപാടി സംഘടിപ്പിച്ചു. അപ്പോൾ അതിലും അദ്ദേഹം തിരക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിരവധി ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് തോന്നുന്നൊരു 3 മണിക്കൂർ അദ്ദേഹം ആ പരിപാടി പങ്കെടുത്തു. എല്ലാവർക്കും ചോറ് ഇതുപോലെ തന്നെ ഓണസദ്യ വിളമ്പി അദ്ദേഹം ഇരുന്ന് അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. എല്ലാം കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞു. അത് ഉണ്ടാക്കിയ കാറ്ററിംഗുകാരനെ അഭിനന്ദിച്ചു. നല്ല ഭക്ഷണമായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാം ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോയത്. അപ്പം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അവിടെ അനൗൺസ് ചെയ്തായിരുന്നു 1 കോടി രൂപ മുടക്കി ഒരു ഷെൽട്ടർ ഹോം തൃശ്ശൂർ പണിയാം, അതിന് MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അദ്ദേഹം കൊടുക്കാം, പക്ഷേ കോർപ്പറേഷൻ സ്ഥലം അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട്. കാര്യം ഇവർക്ക് താമസിക്കാനുള്ള പ്രശ്നങ്ങളും ഒത്തിരി ഇവർ നേരിടുന്ന കുറേ വിഷയങ്ങളുണ്ട്. ശരിക്കും നമ്മൾ രാഷ്ട്രീയമായിട്ട് കാണേണ്ട ഒരു സംഭവമല്ല. ശരിക്കും ഇവരെ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഈ കമ്മ്യൂണിറ്റി നമ്മുടെ ഭാഗമാണെന്നും സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും ഇവരും നമ്മുടെ കൂടെ ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും ഇവർക്കും ഇവരുടെ പ്രാതിനിധ്യം ഉണ്ടാകണമെന്നും. കാരണം നമ്മൾ സത്യത്തിൽ മലയാളികളെന്നല്ല, പൊതുവെ സമൂഹം ഇവരെ അത്ര ശ്രദ്ധിക്കാറില്ല. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവർ ജനിച്ചു, ജനന സമയം തൊട്ടുള്ള മാനസിക സംഘർഷങ്ങൾ ഇവർക്കുണ്ട്. ശരിക്കും വീട്ടിൽ അംഗീകരിക്കുന്നില്ല, സമൂഹം അംഗീകരിക്കുന്നില്ല, അവസാനം വീട് വിട്ടിറങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, നമ്മൾ നമ്മുടെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയെന്ന് അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ ഒക്കെയുള്ള വിഷമം ഇവർക്കും ഇല്ലേ. അവസാനം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ വന്ന് താമസിക്കുന്നു, ശരിക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും, ഇവർ ഒത്തിരി പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന് സർക്കാരുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇവർക്ക് സ്വയം തൊഴിൽ ഉണ്ട്. ഇവിടെ അതിനുള്ള ക്ഷേമ ബോർഡുണ്ട്, കേരളത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു സെല്ലൊക്കെ ഉണ്ട് ഇവിടെ, പക്ഷെ അത് എന്ത് ചെയ്യുന്നു എന്ന് അറിയില്ല. അവർ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് കലാപരിപാടികളൊക്കെ നടത്തുന്നതൊക്കെ സോഷ്യൽ മീഡിയ കാണാറുണ്ട്. പക്ഷേ ബേസിക്കായിട്ട് ഇവർക്ക് വേണ്ട ആവശ്യങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ട് അത് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവർക്ക് താമസ സൗകര്യം ഇപ്പോൾ എല്ലാ ജില്ലയിലും ഇവർക്ക് ഷെൽട്ടർ ഹോം ഉണ്ടാക്കാൻ പറ്റും സർക്കാർ വിചാരിച്ചാൽ. അത് MP ഫണ്ടിൽ നിന്നൊക്കെ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇവർക്ക് തൊഴിൽ പരിശീലനങ്ങൾ ചില സ്ഥലത്ത് എനിക്ക് തോന്നുന്നുണ്ട് അതൊക്കെ, പക്ഷേ എല്ലാ സ്ഥലത്തും വ്യാപകമായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പിന്നെ അത്തരത്തിൽ എന്തൊക്കെ അത് ഇവരുമായിട്ടിരുന്ന് ചർച്ച ചെയ്യണം. ചെയ്ത് നമുക്ക് തോന്നുന്നത് ചെയ്യാന്നുള്ളത്, അല്ലാതെ ഇവരെ ഒന്നിച്ചിരുത്തി സംസാരിച്ചിട്ട് ഇവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അത് പരിഹരിക്കാനായിട്ട്, അത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഞാൻ പറയാം, ഇടതുപക്ഷ സർക്കാരാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നമ്മുടെ സർക്കാർ ഇനിയും വരാൻ പോകുന്ന BJP സർക്കാരാണെങ്കിലും അതിനുവേണ്ടി മുൻകൈ എടുത്ത് ഇവരെ മുഖ്യധാരയിൽ കൊണ്ടുവരണം. അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. ഈ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ആളുകളൊക്കെ ഏതൊക്കെ രീതിയിൽ, ഇപ്പം വടക്കേ ഇന്ത്യയിൽ യോഗി സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ അവരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉൾപ്പെടുത്തുന്നു എന്ന് അങ്ങ് പറഞ്ഞല്ലോ. പക്ഷെ കേരളത്തിൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഇവരെ ഇപ്പം ലൈംഗിക തൊഴിലുകൾ അങ്ങനത്തെ മറ്റു പല കാര്യങ്ങൾക്കും ഇവർ നിർബന്ധിതരാവുകയാണ്. ഇപ്പം ഞാൻ പല ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ആളുകളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പല ആൾക്കാരോട് ഇങ്ങനെ കാണുന്ന സമയത്ത് പറയുന്നത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവർക്ക് രക്ഷയില്ല, അതുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടിയാൽ അവരതിൽ മാറാൻ തയ്യാറാണ് എന്നുള്ള നിലയിലുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ഹേറ്റ് ക്യാമ്പയിൻ, അതായത് ലിംഗം സംബന്ധിച്ച് നമ്മൾ പെണ്ണും ആണും മാത്രമേ ഉള്ളൂ, ഇങ്ങനത്തെ ഒരു വർഗം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്ന ഒരു വിഭാഗവും കൂടെ ഉണ്ട്. ഇതെല്ലാം ഇവരുടെ വലിയ പ്രശ്നമാണ്. ആ സമയത്താണ് അവരെ ചേർത്ത് പിടിക്കുന്ന പരിപാടികളുമായിട്ട് വസായി അടക്കമുള്ള പിന്നെന്താണ് സുരേഷ് ഏട്ടനും അങ്ങും ഒക്കെ മുന്നോട്ട് വരുന്നത്. പറയാം. ഞാൻ എന്താ പറഞ്ഞ, ഇവർ ലൈംഗിക തൊഴിൽ ചെയ്യുന്നു എന്ന് പറയുന്നത് ഇവർ മാത്രമാണ് ചെയ്യുന്നത്? അല്ല. ഇഷ്ടംപോലെ നമ്മളിപ്പോൾ എറണാകുളത്ത് ഏതെങ്കിലും രാത്രിയിൽ വീഡിയോ കാണാറുണ്ട്. എറണാകുളത്തോ തിരുവനന്തപുരത്തോ ഇല്ലാത്ത ഏത് ജില്ലയാണ് ഉള്ളത്? സെക്സ് വർക്ക് ഇവിടെ എന്താ പറയുക, ഓൺലൈനിലും ഒക്കെ ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ സെക്സിൻ്റെ വിഷയത്തിൽ ദാരിദ്ര്യമുള്ള ഏറ്റവും വലിയ പുറംമോടി കാണിച്ച് മാന്യന്മാരായിട്ട് നടക്കുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞ, മനസ്സിലൊന്നും ഉള്ളതും പുറമെ വേറെ രീതിയിലുള്ള, ഞാനത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്ന നീ മലയാളിയില്ലെന്ന് ചോദിക്കും. പക്ഷേ അത് ശരിക്കും ഏറ്റവും ഇപ്പം കേരളത്തിൽ ഏതൊരു ജില്ലയിലും ഞാൻ പറയാം, ഒരു 7 മണി കഴിഞ്ഞ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നാൽ 4 പേര് അവിടെ ഇവിടെ നിന്ന് കണ്ണു കാണിക്കും. ഇല്ലേ? ശരിയല്ലേ? അതിനൊരു വ്യത്യാസമില്ല. പാലക്കാട് ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, ഏത് ജില്ല ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നല്ലൊരു ഡ്രസ്സ് ഇട്ട് വൈകിട്ട് ബസ് സ്റ്റാൻഡിലോ ട്രെയിൻ നോക്കി നിന്നാൽ കൈയും കാലം കാണിക്കും. ഇത് കേരളത്തിൻ്റെ ഒരു മൂടുപടം അണിഞ്ഞൊരു മാന്യതയുടെ ഒരു ഭാഗമാണ്. പിന്നെ ഇവരെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് സെക്സ് വർക്ക് എന്നുള്ളത്? താങ്കൾ ഈ പറഞ്ഞ പോലെ അവർക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാതായിരിക്കും അവർ വന്ന് രാത്രി ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ശരിക്കും നിർത്തുവാണെങ്കിൽ അത് തന്നെയല്ല, എല്ലാം നിർത്തേണ്ടി വരും.
മനസ്സിലായില്ല. ഓൺലൈൻ റാക്കറ്റും മറ്റേതും മറിച്ച് എല്ലാം നിർത്തേണ്ടി വരും. ഇവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മളുടെ ഒപ്പം അവരെ തുലനം ചെയ്യാൻ പാടില്ല. കാരണം അവർ സമൂഹത്തിൽ ഒത്തിരി വിഷമം അനുഭവിക്കുന്നൊരു ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണ്. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നുമില്ല, നമ്മുടെ ഒരു വേറൊരു രീതിയിൽ അവരെ കാണുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നതിനെ മാത്രം നമ്മൾ അത് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ഈ 3 പരിപാടി നടത്തിയ ഒരു വലിയൊരു മെസ്സേജ് പോയി. ഇപ്പം ഞാൻ സുരേഷ് ചേട്ടനുമായിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം റിപ്ലൈ പറഞ്ഞത്, ഞാൻ പറഞ്ഞു ചേട്ടാ കേരളത്തിലെ വിഷയത്തിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഭാരതം മൊത്തം നമുക്ക് മോദിജിയോട് പറഞ്ഞിട്ട് മോദി സർക്കാരിൻ്റെ ത്രൂ ഈ കിന്നർ സമാജത്തിന് വേണ്ടി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി എന്തെങ്കിലും ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും പറഞ്ഞു, ഇപ്പം നവംബർ 10 തൊട്ട് ഹൗസ് തുടങ്ങുക പാർലമെൻറ്റ്. അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഈ വിഷയം നമ്മൾ അവതരിപ്പിച്ചുകൊണ്ട് എന്താണ് ഇവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്, ഒരു ഏത് രീതിയിൽ വരെ നമുക്ക് ഈ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും, അതിനുള്ള നടപടി എടുക്കാനായിട്ട് മോദിജിയുമായിട്ട് ചർച്ച ചെയ്ത് എടുക്കാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാപ്ചർ. കാര്യം നമ്മളിത് ചെയ്യുന്നത് ശരിക്കും മനസ്സറിഞ്ഞ് ചെയ്യുന്നത്, അല്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒന്നുമല്ല. പക്ഷേ ഇത് ചെയ്യാൻ പ്രേരണ കിട്ടിയത് ഇപ്പം ലക്ഷ്മി ത്രിപാഠി ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യാം, മഹാമണ്ഡലേശ്വര. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 10-15ഓളം ഭാഗവത സപ്താഹം നടത്തുന്ന ഒരു കിന്നർ എൻ്റെ താലൂക്കിലുണ്ട്. ഭാഗവത സപ്താഹം അവരുടെ പേര് ഞാൻ പറയാം, ഭാഗവത സപ്താഹം നടത്തുന്ന. അപ്പോൾ വടക്കേ ഇന്ത്യ അവരൊക്കെ അംഗീകരിച്ചു. വടക്കേ ഇന്ത്യയിൽ അവർ ഭാഗവത സപ്താഹം നടക്കുന്നിടത്ത് മറ്റുള്ളവരെക്കാട്ടി കൂടുതൽ തിരക്കുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ല, UP-യിൽ ക്ഷേമ ബോർഡ് 11 അംഗ ക്ഷേമ ബോർഡുണ്ട്. അവിടെ പ്രയാഗ്രാജിൽ ഇവരുടെ ഈ കിന്നർ അക്കാഡയുടെ ഹെഡ് ക്വാർട്ടറുണ്ട്. അവരൊക്കെ അവിടെ വളരെ സമൂഹത്തിൽ നമ്മളെക്കാട്ടിലും ഉന്നതമായിട്ടുള്ളൊരു പദവിയിലാണ് നിൽക്കുന്നത്. ശരിക്കും മനസ്സിലായില്ല. അപ്പം കേരളം ഇത്ര സാക്ഷരതയും എന്താ പറയുക പുരോഗമനമൊക്കെ അവകാശപ്പെടുന്നവരാണ് നമ്മളും ശരിക്കും പറഞ്ഞാൽ അവരെ പരമാവധി സമൂഹത്തിൽ നമ്മളും ഉയർത്തിക്കൊണ്ട് വരണം. അത് എല്ലാവരുടെയും ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഞാനല്ല ചെയ്യുന്നത്, സുരേഷ് ചേട്ടനാണ് ചെയ്യുന്നത്. ഞാനതിന് അദ്ദേഹത്തെ നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തെ ഒരു കാര്യം പറയുമ്പോഴല്ലേ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വിഷയം പറഞ്ഞ് അദ്ദേഹം 1 മിനിറ്റ് എടുത്തില്ല, അദ്ദേഹം ഓക്കെ പറഞ്ഞു. ഇപ്പോഴും വീണ്ടും 12 ലക്ഷം രൂപയുടെ സർജറിക്ക് വേണ്ടി അവർ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞില്ലേ. ഇപ്പം ഭാരതം മൊത്തമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മോദിജിയെ കാണാനായിട്ടിരിക്കുകയാണ് ഈ വിഷയം അവതരിപ്പിക്കാൻ. അത് വടക്കേ ഇന്ത്യയിലൊക്കെ ആൾക്കാർ എന്നോട് പറഞ്ഞത്, ഒരു വ്യക്തി 24 ലക്ഷം രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്നത് ഒരു പക്ഷേ ഭാരതത്തിൽ ആദ്യമായിട്ടൊരു വ്യക്തിയായിരിക്കും ചെയ്യുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടെന്ന് പല പ്രമുഖ ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ എന്നോട് പറയുന്നത്. ഈ സുരേഷ് ഗോപിയായിട്ട് അല്ലെങ്കിൽ സുരേഷ് ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിപരമായ സൗഹൃദം അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാനൊരു സാധാരണ ആളാണ്, അത്ര വലിയ ആളൊന്നുമല്ല. പക്ഷേ അദ്ദേഹമായിട്ടൊരു 25 വർഷമായിട്ട് അടുപ്പമുണ്ട്. അദ്ദേഹം നമ്മൾ പറയുന്ന കാര്യങ്ങളെ അദ്ദേഹം വളരെ ഞാൻ ഇന്ന് വരെ നമ്മുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ സമൂഹത്തിലുള്ള എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും അദ്ദേഹത്തോട് പറയുന്നത്, നല്ല രാഷ്ട്രീയമായിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നൊരു 10 വർഷം മുമ്പ് തൊട്ട് 10-15 വർഷമായിട്ട് അദ്ദേഹം BJP ചേർന്ന് ആദ്യത്തെ പ്രചരണത്തിന് വരുന്നതും വസയിലാണ്, എൻ്റെ സ്ഥലത്താണ് വരുന്നത്. അന്ന് ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു. അതുകൂടാതെ മഹാരാഷ്ട്രയിൽ എവിടെ ഒരാവശ്യത്തിന് വേണ്ടി ഞാൻ വിളിച്ചാലും അദ്ദേഹത്തോട് പറയാം, ചേട്ടാ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു പൂനെയിലൊരു ബൈ ഇലക്ഷൻ്റെ കഥ ഒരിക്കൽ പറഞ്ഞു. അദ്ദേഹം രാത്രി ഫ്ലൈറ്റ് പിടിച്ച് അവിടെ വന്നു. ആ പ്രചരണം 5-6 യോഗങ്ങളിൽ പങ്കെടുത്ത് പിറ്റേ ദിവസം രാത്രി തിരിച്ചും വന്നു. അതൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലി അദ്ദേഹത്തിന് BJP-യോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണ് ശരിക്കും. അദ്ദേഹത്തിന് അവിടെ പൂനെ വരേണ്ട ആവശ്യമില്ല. അതും പാതിരാത്രിക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള ഫ്ലൈറ്റ്, തിരിച്ചുള്ളതും രാത്രിക്ക് 2 ദിവസത്തെ ഉറക്കം കളഞ്ഞ് അവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിന് അവിടെ ഒരു ബന്ധങ്ങളുള്ള ആളല്ല. ഈ പറഞ്ഞ ഈ സ്ഥലത്ത് ഈ പ്രോപ്പർ ഈ നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഒന്നുമില്ല. പക്ഷെ അവിടെ മലയാളി വോട്ടുണ്ട് 80,000-ഓളം. അപ്പോൾ താങ്കൾ വന്ന പാർട്ടിക്ക് ഗുണം ചെയ്യും. ആ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മഹാരാഷ്ട്രയിൽ ഒരു ദിവസം 12 പൊതുയോഗം, രാവിലെ 9 തൊട്ട് 12 പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. ഈ 12 സ്ഥാനാർത്ഥിയും ജയിച്ചു. തന്നെയല്ല, അദ്ദേഹം വന്ന് അവിടെ ഒരു പ്രവചനം എല്ലാ സ്ഥലത്തും പ്രസംഗിച്ചപ്പോൾ ഞാനത് ആദ്യത്തെ യോഗം മീരാറോഡി നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സ്ഥാനാർത്ഥിയോട് പറഞ്ഞു ജയിക്കും, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അതുപോലെ നമുക്ക് 140-ന്റെ അടുത്ത് സീറ്റ് മേടിച്ചുകൊണ്ട്, അതായത് 288 സീറ്റ് അവിടെ ഉള്ളത്, 148 സീറ്റിലധികം BJP മേടിച്ചുകൊണ്ട് ജയിക്കണം. ഇത് സംഭവം ബാലാസാഹബ് ഠാക്കറെക്ക് നൽകുന്ന ആദരാഞ്ജലി ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം ഒരു പ്രസംഗിച്ചപ്പോൾ ഒരു ഇത് ചെയ്യാനായിട്ട് പറഞ്ഞായിരിക്കുന്നത്. രണ്ടാമത്തെ യോഗത്തിൽ ഇത് തന്നെ പറഞ്ഞു, BJPക്ക് മഹാരാഷ്ട്ര 140-ലധികം സീറ്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ട്.
എല്ലാ സ്ഥലത്തും ഇത് പറഞ്ഞത് അദ്ദേഹം. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും വേണമെന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ 134 സീറ്റ് നമുക്ക് മഹാരാഷ്ട്ര ജയിക്കും. അത് ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. നമ്മൾ വിചാരിച്ചത് എല്ലാവരും കൂടെ കൂടി ശിവസേനയും ശരത് പവാറിൻ്റെ നമ്മുടെ അജിത് പവാറിൻ്റെ പാർട്ടിയും എല്ലാവരും കൂടെ കൂടി NCPയും ശിവസേന ഷിൻഡെ പക്ഷവും BJPയും കൂടെ കൂടിക്കഴിഞ്ഞാൽ തന്നെ കഷ്ടിച്ച് 140 വരെ വരുമായിരിക്കും. അതുപോലുള്ള എതിർപക്ഷം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 140 BJPക്ക് മാത്രം കിട്ടി. മറ്റുള്ളവരും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് വൻ ഭൂരിപക്ഷത്തിൽ BJPയുടെ സർക്കാർ വന്നു. ഡൽഹിയിൽ പ്രചാരണത്തിനും അദ്ദേഹത്തിനൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെയും പറഞ്ഞു നമ്മൾ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞത് മഹാരാഷ്ട്ര വലിച്ചിനെയും ഇവിടെയും പറയാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അതുപോലെ തന്നെ അവിടെയും ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹം മനസ്സറിഞ്ഞ് ഈശ്വരത്തിനെ എന്താ പറയുക ഈശ്വര വിശ്വാസത്തിന്റെ ബേസിലായിരിക്കും പറയുന്നത്. ഡൽഹിയിലും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു.